പ്രിയ കൂട്ടുകാരെ നമസ്കാരം. രാവിലെ പത്രം എടുത്ത് വായിച്ചപ്പോഴത്തേനാണ് ഇതിൻ്റെ അകത്തൊരു ചെറിയ വാർത്ത കണ്ടത്. നടപ്പാത കയ്യേറിയുള്ള കച്ചവടം ഒഴിപ്പിക്കും. കോട്ടയം നടപ്പാത കയ്യേറി കച്ചവടം നടത്തുന്നവരെ ഒഴിപ്പിക്കാൻ ജില്ലാ വികസന സമിതി യോഗത്തിൽ തീരുമാനം. ഇതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിനും പൊതുമരാമത്ത് വകുപ്പിനും പോലീസിനും സമിതി നിർദ്ദേശം നൽകി. അപ്പൊ ഈ വാർത്ത കേട്ടപ്പോഴത്തേന് രാവിലെ കുറച്ച് തെറി കേൾക്കാമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ മിക്ക സ്ഥലങ്ങളിലും ഉണ്ട് ഇതുപോലെ തന്നെ നടപ്പാതകൾ കയ്യേറി കച്ചവടം നടത്തുന്നത്. അപ്പൊ നമ്മുടെ പുതുപ്പള്ളിൽ ഇതുപോലെ തന്നെ ഒരു ഫുട്പാത്തിൽ ഒരു കച്ചവടം നടത്തി കഴിഞ്ഞപ്പോഴത്തേന് അത് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞു. അതിൽ നടന്നു പോയിട്ട് ആ ഫുട്പാത്തിൽ കൂടെ അവർ നടന്നു പോയപ്പോഴത്തേന് അവിടെ കച്ചവടം നടത്തുന്ന ആള് അവരോട് അനാവശ്യമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അവരതനുസരിച്ച് എന്നെ വിളിച്ചപ്പോഴത്തേന് ഞാനതോടെ ചെന്ന് ഇത് കണ്ടപ്പോഴത്തേന് ഫുട്പാത്തിൽ തന്നെയാണ്. കാരണം ഫുട്പാത്തിൽ നിന്ന് ഇറങ്ങി വേണം വെളിയിൽ കൂടെ അപ്പുറത്തോട്ട് നടന്നു പോകാൻ വേണ്ടി. അപ്പൊ അത് ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയോട് ചെന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഒരുപാട് പരാതി ഇവിടെ കെട്ടിയതാന്ന് പറഞ്ഞു. അപ്പം രേഖാമൂലം ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, അവിടുന്ന് ഞാൻ തന്നെ ഒരു പേപ്പർ എടുത്ത് രേഖാമൂലം ഈ കടയുടെ പേരിൽ ഒരു പരാതി ഞാൻ അവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് അതിന്റെ റെസീറ്റും തന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊരു ലെറ്റർ ഇവിടെ വന്നു പഞ്ചായത്തിൽ നിന്ന്. പഞ്ചായത്ത് സെക്രട്ടറിയുടെയാണ്. അപ്പൊ അത് പഞ്ചായത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് PWDക്കാ ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കാര്യത്തിന് ചെന്ന് കഴിയുമ്പോഴത്തേന് ഇവര് പറയും അടുത്തവർക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇത് കൈ ഒഴിയുന്നല്ലാതെ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. അപ്പൊ നമ്മുടെ പുതുപ്പള്ളിയില് പുതിയ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അവര് ഒരുപാട് വികസന പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്താണ് അവർ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പുതുപ്പള്ളി കവലയിലുള്ള ഒരു ചെറിയ പ്രശ്നമാണ് ഞാൻ അവരുടെ മുന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഞാൻ കുറച്ചുനാളായി പറയാൻ വിചാരിച്ചത്. കാരണം എനിക്ക് വഴിയോരങ്ങളിൽ കച്ചവടം നടത്തുന്നവരെ ഉപദ്രവിക്കുന്നവരെ ഒന്നുമില്ല. കാരണം അവരൊക്കെ ഒരു ജീവിതമാർഗ്ഗമാണ്, അവരെ ഉപജീവനത്തിനാണ് നടത്തുന്നത്. പക്ഷെ ഇതുമൂലം മറ്റുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാഴ്ചയും കൂടിയുണ്ട്. നമുക്കതിലേക്കൊന്ന് പോവാം. ഇത് പുതുപ്പള്ളി മണർകാട് റോഡിൽ പുതുപ്പള്ളി കവലയോട് സമീപത്ത് സ്കൂളിന്റെ വാതിക്കൽ, IHRD സ്കൂളിന്റെ വാതിക്കലാണ്, ഫുട്പാത്തിലാണ് കൊണ്ട് ഈ പൈപ്പ് കൊണ്ട് ഇറക്കി വെച്ചിരിക്കുന്നത്. ഇത് ജലജീവൻ മിഷന്റെ പൈപ്പാണ്. അപ്പം നമുക്കിതിലെ ഒന്നും നടന്നു പോകാൻ പറ്റത്തില്ല. നടന്നു പോകുമ്പോഴത്തേന് വഴിയിലോട്ട് ഇറങ്ങിപ്പോവും. ബസ് വരുന്നതും കാറ് വരുന്നതും ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതുപോലെ തന്നെ IHRD മുൻവശത്ത് ഒരു കലിങ്ങിൻ്റെ ഇവിടെ വരുന്ന വണ്ടിക്കാർ മുഴുവൻ കൊണ്ട് ഇവിടെ വേസ്റ്റ് ഇടുകയാണ്. ഞാനിത് ഒരു പ്രാവശ്യം ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിൻ്റെ സമീപത്തൊരു വീട്ടുകാരുണ്ട്. അവർ രണ്ടൊരു പ്രായമുള്ള അച്ഛനും അമ്മയാണോ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട്. അവർക്ക് പെരക്കകത്ത് പോലെ ഇരിക്കാൻ പറ്റില്ല, മണം കയറണം. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇതാണ് IHRD സ്കൂള്. അതിൻ്റെ ഇവിടുന്ന് പിന്നെ നമ്മൾ പുതുപ്പള്ളി കവലയിലേക്ക് പോകുമ്പോഴത്തേന് IHRD സ്കൂളിൻ്റെ വാതിക്കൽ ഇവിടെ രണ്ട് മൂന്ന് സ്കൂളുകളൊക്കെ ഉള്ളതാണ്. അതിൻ്റെ വാതിക്കൽ ഇവിടെ ഒരു ഫുട്പാത്തിലെ സ്ലാബ് തകർന്ന് കിടന്നിട്ട് ഇവിടം തൊട്ട് സ്ലാബ് പോയി കിടക്കുകയാണ്. ഈ വീപ്പ ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി ഇവിടെ ഈ സ്ലാബ് നടന്നു. എന്തുമാത്രം ആൾക്കാർ നടന്നു പോകുന്ന സ്ഥലമാണെന്നറിയോ. ഈ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെല്ലാം എന്നിട്ട് അവരവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങി നടക്കുമ്പോൾ വാഹനങ്ങളൊക്കെ വന്ന് തട്ടും. ഇതാണ് PWDയുടെ അവസ്ഥ. ഇനി നമ്മളിവിടുന്ന് നേരെ പുതുപ്പള്ളി കവലയിലേക്ക് നീങ്ങുമ്പോഴത്തേന് മിക്ക സ്ഥലത്തും ഫുട്പാത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കാഴ്ചയും കൂടെ കാണാം. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റേജിൻ്റെ കവലയിലെ സെൻട്രൽ ഭാഗമാണ്. അവിടെ വഴിയിലോട്ട് കച്ചവടം നിങ്ങൾ കണ്ടോ. ഇവിടുന്ന് ഒന്നാമത് ഇവിടെ ഒരു കലുങ്ക് പോയി കിടക്കാൻ, ഇവിടെ ഒരു ചെറിയ സ്ലാവ് പോയി കിടക്കാൻ തുടങ്ങിയിട്ട് അത് 1 വർഷത്തിന് മുകളിലായി. അത് PWD തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇവിടെ നിരവധി വാഹനങ്ങൾ ഓരോ ദിവസം അപകടത്തിൽപ്പെടുന്നു. അതുപോലെ തന്നെ ഇവിടെ പുതുപ്പള്ളിയിലെ മുൻ വെടിവെപ്പിൻ്റെ അവിടുത്തെ ഒരു രക്തസാക്ഷി മണ്ഡപം അവിടെയുണ്ട്. അതിനോട് ചേർന്ന് വഴിയിലോട്ട് ഓരോ ദിവസവും ഓരോ പെട്ടി വീതം വഴിയിലോട്ട് ഇറക്കി വെച്ച് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഇതിലെ നടന്നു പോകും. നിങ്ങൾ തന്നെ ഒന്ന് പറയുക. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ആൾക്കാർ എന്നെ തെറി പറയാൻ പറയും. അവരും കൂടെ ഒന്ന് ചിന്തിക്കുക. തെറി പറയുന്നതിന് മുമ്പ് പറയുന്നത് സത്യമാണ്, ഞാൻ ഈ പറയുന്നത് സത്യമാണോ എന്നും കൂടെ ചിന്തിച്ചിട്ട് വേണം തെറി പറയാൻ വേണ്ടി. ഒന്നാമത് ഈ ഭാഗങ്ങളിൽ വീതിയില്ല. കവലയുടെ നടുക്ക് ഡിവൈഡറും കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് 2 വാഹനങ്ങൾ തിരിയാനുള്ള സ്ഥലമില്ല.
ആ സമയത്താണ് പയ്യപ്പാടിക്ക് തിരിയുന്ന സ്ഥലത്ത് ഇതുപോലെയുള്ള കച്ചവടങ്ങളും അതുപോലെ ഇവിടെ റോഡിനോട് ചേർന്നൊരു ഓട പോലെ കിടക്കുന്നത്. അവിടെ ഒരു സ്ലാബ് ഇടാനോ ഒരു ഗ്രില്ലിടാനോ ഒന്നും ഇതുവരെ ഒരു വർഷക്കാലമായിട്ട് പഞ്ചായത്തിനെ കൊണ്ട് സാധിക്കുന്നില്ല, PWD കൊണ്ടും സാധിക്കുന്നില്ല. ഇതാണ് പുതുപ്പള്ളി വെടിവെപ്പിൻ്റെ സ്മാരകം ഇവിടെ കാണുന്നത്. ആ സ്മാരകത്തിനൊരു ആദരവായിട്ട് അതിൻ്റെ തൊട്ട് സമീപത്തൊരു വേസ്റ്റ് ഇടുന്നത് പഞ്ചായത്ത് കൊണ്ടുപോയി സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ഉള്ള അത് പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്താണ് അവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ അതിന് ചുറ്റും കൊണ്ടുപോയി വേസ്റ്റ് നിറച്ച് വെച്ചിരിക്കുന്ന കാഴ്ചയും കൂടെ നിങ്ങളൊന്ന് കാണുക. കണ്ടോ, ഇത് മുഴുവൻ ഈ ചാക്കിൻ്റെ അകത്ത് കെട്ടി വെച്ചിരിക്കുന്നത് മുഴുവൻ മാലിന്യങ്ങളാണ്. ഇനിയുമുണ്ട് ധാരാളം കയ്യേറ്റങ്ങൾ. ഒരാളെ ഒഴിപ്പിക്കുമ്പോൾ അവരോട് പറയും അടുത്തവരെ ഒഴിപ്പിക്കാൻ പറയും. എല്ലാവരും ഒഴിപ്പിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല. പുതുപ്പള്ളി കവല മുതൽ നിലയ്ക്കപ്പള്ളി വരെ ഫുട്പാത്തിൽ കൂടെ മനുഷ്യർക്ക് നടക്കാൻ മേല, മിക്കവരും കയ്യേറിയിരിക്കുകയാണ്. ഇത് പറയും പാവങ്ങളല്ലേ അവർ ജീവിച്ചോട്ടെ, ജീവിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഈ നിരവധി വ്യാപാരികൾ വാടകയും കൊടുത്ത് പകുതിയും കൊടുത്ത് കടയായിട്ടിരിക്കുന്നു. വഴിയോരങ്ങളിൽ കച്ചവടം നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെയൊക്കെ വാഹനങ്ങൾ നിർത്തി മിക്കവരും കാണുന്ന ഒരു പ്രവണതയാണ്. വണ്ടിയിലിരുന്ന് തന്നെ സാധനങ്ങൾക്ക് ഓർഡർ ചെയ്യും. അവർ വഴിയുടെ നടുക്കാണ് നിർത്തുന്നത്. അതുമൂലം ചിലപ്പോൾ തൊട്ട് പുറകെ വരുന്ന ആൾക്കാർ പെട്ടെന്ന് ഇവർ നിർത്തുമ്പോൾ ശ്രദ്ധിക്കത്തില്ല, അപകടം ഉണ്ടാകുന്നുണ്ട്. ഈ വഴിയോര തട്ടുകടകൾ മൂലം ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു കാഴ്ചയാണ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ വാതിൽക്ക്. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ച ദിവസമാണ്. ഈ റോഡിൽ ഈ സൈഡിൽ മുഴുവൻ വാഹനങ്ങൾ കൊണ്ടിടും. എന്നിട്ട് രാവിലെ ഇടുന്ന വാഹനങ്ങൾ രാത്രിയിൽ എടുത്തുകൊണ്ട് പോകുന്നത്. അതുവഴി ഈ വഴിയുടെ ഇപ്പോഴത്തെ കോൺക്രീറ്റും കൂടെ തീർന്നു കഴിയുമ്പോഴത്തേനും അത് തിരക്കുള്ള റോഡായിട്ട് മാറും. അതിനു മുമ്പ് അവിടുത്തെ പാർക്കിങ്ങിന് പഞ്ചായത്ത് ഭരണസമിതി ഒരു തീരുമാനം എടുക്കുക. അതുപോലെ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തോട്ട് കടന്നു വന്നാലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഇതുപോലെ ഒരു ബസ് സ്റ്റാൻഡ് ലോകത്തിൽ എവിടെയും കാണുമെന്ന് തോന്നുന്നില്ല, അത്രയ്ക്ക് നശിച്ച് കിടക്കുക. ആൾക്കാർ ഇവിടെ തച്ചകുന്നൂരിലുള്ള ജിനു എന്ന് പറഞ്ഞ ഒരാൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് അദ്ദേഹത്തിൻ്റെ സ്വന്തം പൈസ കൊണ്ട് നിർമ്മിച്ചു. പഞ്ചായത്തിനെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ ഫ്രീ ആയിട്ട് നിർമ്മിച്ചു കൊടുത്തത്. ആ വെയിറ്റിംഗ് ഷെഡായിരുന്നു ഇത്ര നാൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് പൊളിച്ച് കളഞ്ഞിട്ട് ഇവിടെ പുതിയത് നിർമ്മിക്കാൻ വേണ്ടി 6 തൂണയിൽ 20 ലക്ഷം രൂപയുടെ വർക്കെന്നും പറഞ്ഞ് ഇട്ടിട്ട് ഈ മനുഷ്യർ മുഴുവൻ, ഇവിടെ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ വെയിലും കൊണ്ടും മഴയും കൊണ്ട് നിൽക്കുകയാണ്. ഒന്ന് കയറി നിൽക്കാൻ പോലും ഒരു സൗകര്യമില്ല. ഇത്രയും ദിവസം ഇന്നത്തെ വരെയുള്ള അവസ്ഥയാണ് പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ അകത്തെ അവസ്ഥയാണ്. ഒരു കുടുംബശ്രീയുടെ ഷെഡെന്നും പറഞ്ഞ ഒരെണ്ണം അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അത് തുറക്കുന്നുമില്ല. അത് ഒരു മറവായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു. അതിൻ്റെ പുറകിലൊരു പൂന്തോട്ടവും. അതുപോലെ വാഹനങ്ങളെല്ലാം തോന്നിവാസം ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ചുമ്മാതെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് മദ്യക്കച്ചവടമുണ്ട്. അത് ഞാൻ പേര് പറയുന്നില്ല. പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുനിന്ന് താഴോട്ട് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ സകല ദൈവത്തെയും വിളിച്ച് വേണം പോകാൻ വേണ്ടി. ഇത്ര ഭാഗം ഒന്ന് കടന്ന് കിട്ടാൻ വേണ്ടി ഒരുപാട് പാടുപെടേണ്ടി വരും. ഇവിടുന്ന് ബസ് അങ്ങോട്ട് ഇറങ്ങി മെയിൻ റോഡിലോട്ട് കയറുമ്പം ചിലപ്പോൾ അപ്പുറത്തോടെ ഒരു ബസ് വരുമ്പോഴത്തേന് അവരവിടെ നിർത്തും. ഇവിടുത്തെ കുരുക്ക് ഒരിക്കലും തീരത്തില്ല. അതുപോലെ പറഞ്ഞൊരു കാര്യമാണ് ബസ് സ്റ്റാൻഡിൻ്റെ അകത്തെ മദ്യക്കച്ചവടം. അത് നിങ്ങൾ ഇതുടനെ നിർത്തിയില്ലെങ്കിൽ അത് നല്ല വാർത്ത ഞാൻ കൊടുക്കും. ഈ വഴിയിലും ആൾക്കാർക്ക് ഇങ്ങോട്ട് നടന്നു പോരാൻ ഫുട്പാത്തില്ല. അത് കാരണം മിക്കവരും വഴി കൂടെ ഇറങ്ങി നടക്കുന്നു, വാഹനങ്ങൾ തട്ടും. അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിപ്പോകുന്ന വഴിയിലുണ്ട്. ഇതിലെ പോകുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും MLA തെറി പറയാതെ പോകത്തില്ല. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. കഴിഞ്ഞ ഭരണസമിതിയുടെ നേട്ടമായി പറഞ്ഞതാണ് ഈ വൺ വേ സംവിധാനം. അതുകൊണ്ട് കവലയിലെ തിരക്കൊഴിഞ്ഞെങ്കിലും ഈ ഒരു ഭാഗത്തെ തിരക്ക് അതിരൂക്ഷമായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊക്കെ ഒന്ന് വണ്ടി ഒടിഞ്ഞു കയറണമെന്നുണ്ടെങ്കിൽ ബസ്സിലെ ഡ്രൈവർമാരൊക്കെ പറയുന്നത് 5 പൊറോട്ടയും ബീഫും തിന്നാലും ഇത്ര ഒടിച്ചു കയറാൻ പാടാന്ന് പറയും. അതുപോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തെ കുരുക്കെന്ന് പറയുന്നത് അതിരൂക്ഷമായ പ്രശ്നം തന്നെയാണ്. ഇവിടെ 4-5 സ്ഥലത്തുനിന്ന് ഒരേ സമയത്ത് വാഹനങ്ങൾ നമ്മൾ ഒരു ചെറിയ കുടത്തിൻ്റെ അകത്തോട്ട് 5 പേര് വെള്ളം ഒഴിക്കുമ്പോഴത്തെ അവസ്ഥ എങ്ങനെ ഇരിക്കുക, അതുപോലത്തെ ഒരു അവസ്ഥയാണ്. ഒരു കുപ്പിക്കകത്തോട്ട് വെള്ളം ഒഴിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്, ചെറിയൊരു ഇടുങ്ങിയ റോഡിലേക്കാണ് ഇത്ര വാഹനങ്ങൾ ഒരുപോലെ കയറി പോകുന്നത്. അതുപോലെ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് വെയിറ്റിംഗ് ഷെഡ് സ്റ്റേ ആയി നിൽക്കുകയാണെന്ന് അറിയുന്നു. ഉണ്ടോ, ഇപ്പോൾ ഈ വാഹനങ്ങൾ 2-3 വാഹനങ്ങൾ ഈ വഴിയിലോട്ട് ഇറങ്ങുന്നത്. ഇവിടുത്തെ ഒരു സൈഡ് വലത് സൈഡിൽ ഒരു ചെറിയ ഓടയുണ്ട്, അതിന് സ്ലാവ് പോലുമില്ല. അതുകൊണ്ട് 2 വീലർ യാത്രക്കാരൊക്കെ ഇതിൽ ഇറങ്ങുമ്പോഴത്തേന് വളരെയേറെ ശ്രദ്ധിച്ചാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇതിൽ മനുഷ്യനും കൂടെ നടക്കുമ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ള ചിന്തിക്കുക.
അത്രയ്ക്കും രൂക്ഷമായ പ്രശ്നം തന്നെയാണ് ഇവിടുത്തേത്. അപ്പോൾ ഇതിനൊക്കെ പഞ്ചായത്ത് ഭരണസമിതി ഉടനടി പരിഹാരം കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.